ഇന്നത്തെ എൻ്റെ യാത്ര തമിഴ്നാട്ടിലെ മേഘമലയിലേക്കാണ്. ഇപ്പോഴും അധികമാരും എക്സ്പ്ലോർ ചെയ്യാത്ത മറ്റു ഹിൽ സ്റ്റേഷനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ റിമോട്ടായ പീസ്ഫുള്ളായ ഒരു സ്ഥലം. മേഘമലയും താണ്ടി ഹൈവേ വീസും കടന്ന് ഇരുവങ്കലാറും പ്രൈവറ്റ് വെഹിക്കിൾസിന് പോകാൻ കഴിയാത്ത അപ്പർ മംഗലാറിൻ്റെയും എല്ലാം വിഷ്വൽസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ ഈ യാത്ര ചെയ്തത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ്. അതിൻ്റെ ഡീറ്റെയിൽസും ബസ്സിൻ്റെ ടൈമിങ്ങും എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. മൂന്ന് 40 തിരുവനന്തപുരത്ത് നിന്ന് കുമളിയിലേക്കുള്ള ബസ് 4:40 കിളുമാനൂർ KSRTC ഡിപ്പോയിലെത്തും. അവിടെ നിന്നാണ് എൻ്റെ യാത്ര ആരംഭിച്ചത്. നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ആദ്യം എത്തേണ്ടത് കുമളിയിലാണ്. ഏകദേശം 9 മണിയോടുകൂടി ഞാൻ കുമളിയിലെത്തി. ഇനി ഇവിടെ നിന്ന് നമുക്ക് പോകാനുള്ളത് ചിന്നമന്നൂരിലേക്കാണ്. അവിടെ നിന്നുമാണ് മേഘമലയിലേക്കുള്ള ബസ്സുള്ളത്. കുമളിയിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട് ബോർഡർ എത്താം. അവിടെ നിന്ന് ഒട്ടുമിക്ക സമയങ്ങളിലും അങ്ങോട്ടേക്ക് ബസ് അവൈലബിൾ ആണ്. ഈ കമ്പത്തിനും തേനിക്കും ഇടയ്ക്ക് വരുന്നൊരു സ്ഥലമാണ് ചിന്നമന്നൂർ. കുമളിയിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക്. ബസ് ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് 35 രൂപയാണ്. ചുരം ഇറങ്ങി കഴിയുമ്പോൾ ഇതുപോലെ ധാരാളം മുന്തിരിത്തോട്ടങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ ഞാൻ ചിന്നമന്നൂർ ബസ് സ്റ്റാൻഡിലെത്തി. എനിക്ക് പോകാനുള്ള ബസ് 12:45-നാണ്. അതിൽ തന്നെയാണ് ഞാൻ തിരിച്ചു വന്നതും. അങ്ങോട്ടേക്ക് ബസ് വളരെ കുറവായതുകൊണ്ട് ഉള്ള ബസ്സിലൊക്കെ നല്ല ആളായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ നല്ല ഫ്രീ ആയിട്ടിരുന്ന് വരാം. കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് എത്തും. പ്രൈവറ്റ് വണ്ടികളെയൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ അകത്തേക്ക് വിടത്തുള്ളൂ. പ്രൈവറ്റ് വെഹിക്കിൾസിൻ്റെ ടൈമിംഗ് വരുന്നത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ഹെയർപിൻ കയറി തുടങ്ങുമ്പോൾ തേനി ഡിസ്ട്രിക്റ്റിൻ്റെ മനോഹരമായ കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. പോകുന്ന വഴിയിൽ നമുക്ക് ആവശ്യമുള്ള സ്നാക്സ് ഒക്കെ വാങ്ങിക്കാനായിട്ട് ഒരു 2 മിനിറ്റ് ബസ് ഇവിടെ ഹോൾട്ട് ചെയ്തിട്ടേക്കും. ഇവിടെ ഒരു ഹോം സ്റ്റേ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഡീറ്റെയിൽസിനായിട്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 18 ഹെയർപിന്നോളം കയറി വേണം നമുക്ക് മേഘമലയിലേക്ക് എത്താൻ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകളാണ്. ഇതിവിടെയുള്ളൊരു മുരുകൻ ടെമ്പിളാണ്. ഇതാ തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് പല വർണ്ണങ്ങളിലായിട്ട് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. അങ്ങനെ നമ്മുടെ ബസ് 2 മണിയായപ്പോൾ മേഘമല എത്തി. തേയിലത്തോട്ട തൊഴിലാളികളുടെ ലയങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായൊരു ഗ്രാമമാണ് മേഘമല. നമ്മൾ പോകുമ്പോൾ ആദ്യം കാണുന്നത് മേഘമലയാണ്. ഇത് കഴിഞ്ഞ് ഹൈവേ വീസും മണലാറും വെണ്ണിയാറും എല്ലാം കഴിഞ്ഞ് ഇരുവങ്കലാറാണ് ഈ ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ്. അങ്ങോട്ടേക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ചിന്നമന്നൂരിൽ നിന്ന് ഇരുവങ്കലാറിലേക്ക് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് റേറ്റ് വെറും 55 രൂപ മാത്രമാണ്. നിങ്ങൾ സ്വന്തം വണ്ടിയിലാണ് വരുന്നതെങ്കിൽ മഹാരാജമേട്ട് എന്നൊരു സ്ഥലത്ത് ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഈ ബസ്സിനെ കൂടുതലും ആശ്രയിക്കുന്നത് ഇവിടുത്തെ തൊഴിലാളികളാണ്. ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവാണ്. ചിന്നമന്നൂരിൽ നിന്ന് ഇരുവങ്കലാറിലേക്ക് ഡെയിലി 5 ബസ് സർവീസാണുള്ളത്. രാവിലെ 4:15, 10:30, പിന്നെ ഞാനീ പോകുന്ന ഉച്ചയ്ക്ക് 12:45, അത് കഴിഞ്ഞ് 1:50, രാത്രി 8 മണി. ഈ 1:50-നും രാത്രി 8 മണിക്കും പോകുന്ന ബസ് അവിടെ സ്റ്റേ ആയിരിക്കും. ഈ കാണുന്നതാണ് ഹൈവേ വീസ് ഡാം. ഇത് നമുക്കിതിൻ്റെ പുറത്തുനിന്ന് കാണാനേ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല. ഇതുപോലത്തെ കുറച്ച് ഹോട്ടൽ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ വലിയ മെനു ഒന്നും കാണത്തില്ല. എന്തായാലും നമ്മുടെ ബസ് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ഒരു ഹോട്ടലുണ്ട്. അവിടെ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തും.
ഈ ഒരു ഹോട്ടലിലായിട്ട് ബസ് ഡ്രൈവറും കണ്ടക്ടറും ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് പഞ്ചായത്തിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ അത്യാവശ്യം ഒരു ഡീസൻറ്റ് സ്റ്റേ ഒരു അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെയുള്ള ഓപ്ഷൻസൊക്കെ കുറച്ച് ബംഗ്ലാവുകളാണ്. അതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഫുഡായിരുന്നു. റേറ്റ് വരുന്നത് 85 രൂപയാണ്. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. അതുപോലെ ഇരമംഗലാറിൽ നിന്ന് തിരിച്ച് ചിന്നമന്നൂരിലേക്ക് രാവിലെ 5:30, 7:15, ഉച്ചയ്ക്ക് 2:15, പിന്നെ ഞാനീ പോകുന്ന ബസ് 4 മണിയാകുമ്പം തിരിച്ചു വരും. ഇപ്പോൾ നമ്മൾ മണലാറിൻ്റെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് റോഡ് കിടപ്പുണ്ട്. അങ്ങോട്ടേക്കാണ് അപ്പർ മണലാറിലേക്ക് പോകാനുള്ളത്. ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രൈവറ്റ് വെഹിക്കിൾസിനെ കടത്തി വിടില്ല. നമുക്ക് ഈ ബസ്സിൽ മാത്രമേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ ബസ് ഇരവങ്കലാർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആളെ കയറ്റാനായിട്ട് ഇങ്ങോട്ട് പോകും. ഈ പാലം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സൂര്യയുടെ ജയ് ഭീം സിനിമയിൽ കാണിക്കുന്നൊരു പാലമാണിത്. മാത്രമല്ല ആ സിനിമയുടെ പല ഭാഗങ്ങളും ഈ മണലാറിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മണലാറ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഗ്രാമം വെണ്ണിയാറാണ്. ഈ വെണ്ണിയാറിലാണ് ഒരു ടീ ഫാക്ടറി ഉള്ളത്. ഇവിടെ ആകെ ടോട്ടൽ 8 എസ്റ്റേറ്റും അതിനെല്ലാം കൂടി ഒരു ടീ ഫാക്ടറിയുമാണുള്ളത്. അതുള്ളത് ഈ വെണ്ണിയാറിലാണ്. അങ്ങനെ നമ്മുടെ അവസാനത്തെ സ്റ്റോപ്പായ ഇരവങ്കലാറിലോട്ടാണ് നമ്മുടെ ബസ് പോകുന്നത്. ഈ ഇരവങ്കലാറിലോട്ടുള്ള റൂട്ട് അടിപൊളിയാണ്. ആ റിസർവോയറും തേയിലത്തോട്ടങ്ങളും കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതിവിടെ നിന്നുള്ള ലാസ്റ്റ് ബസ്സായതുകൊണ്ട് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് ബസ് ഇതുപോലെ നീട്ടി ഹോൺ അടിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബസ് ഒരു 3:15 ആയപ്പം ഇരവങ്കലാർ എത്തി. ഇനി ഏകദേശം ഒരു 4 മണി വരെ ബസ് ഇവിടെ ഇട്ടേക്കും. അപ്പോൾ അത്ര സമയം ഇവിടെ ചുറ്റി കാണാനായിട്ട് സമയം കിട്ടും. വളരെ മനോഹരമായൊരു ഗ്രാമമാണ് കേട്ടോ ഇരവങ്കലാർ. എവിടെ നോക്കിയാലും അടിപൊളി ഫ്രെയിംസാണ്. ഈ ബസ്സിലെ കണ്ടക്ടർ ആയിരുന്നാലും ഡ്രൈവർ ആയിരുന്നാലും നല്ല സപ്പോർട്ടുള്ള ആൾക്കാരാണ്. ഡ്രൈവർ തന്നെയാണ് എൻ്റെ അടുത്ത് താഴോട്ട് പോയി റിസർവോയറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ഈ യാത്ര ചെയ്തത് തനിച്ചായിരുന്നു കേട്ടോ. തനിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ. മാത്രമല്ല ഈ സ്ഥലങ്ങളൊക്കെ നോക്കി എന്ത് പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലങ്ങളാണ്. അധികം ടൂറിസ്റ്റുകളോ തിരക്കുകളോ ഒന്നുമില്ലാത്ത സ്ഥലം. ഇതിവിടെയുള്ള ഒരു കുഞ്ഞു സ്കൂളാണ് കേട്ടോ. ഏകദേശം ഒരു 4 മണിയൊക്കെ ആവാറായപ്പം കാർമേഘങ്ങളൊക്കെ മൂടി അന്തരീക്ഷമൊക്കെ മാറി ചെറിയൊരു മഴയുടെ കോളൊക്കെ വന്നു കേട്ടോ. അധികം വൈകാതെ തന്നെ മഴയും പെയ്തു. അങ്ങനെ ഒരു 4-5 ആയപ്പോൾ നമ്മൾ ബസ് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ കുറച്ച് നേരം മാത്രമേ ഈ ബസ് കാണത്തുള്ളൂ. അങ്ങനെ ഈ മഴയത്ത് വളരെ റിലാക്സ് ആയിട്ട് ഈ ബസ്സിൽ പോകുമ്പോഴൊരു ഫീലുണ്ടല്ലോ. ഈ മഴയത്ത് ആ കാഴ്ചകളെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടുമിക്ക ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതുപോലത്തെ ബസ് സർവീസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്ന ബസ്സിലൊക്കെ നല്ല തിരക്കായിരുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ വിഷ്വൽസും ഈ തിരിച്ചു പോകുന്ന യാത്രയിലാണ് എടുത്തിരിക്കുന്നത്. മാത്രമല്ല ഒരു ചെറിയ മഴയും കൂടെ പെയ്ത് കഴിഞ്ഞപ്പോൾ മേഘമലയുടെ ഭംഗി കുറച്ചുകൂടെ കൂടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഹെവി റെയിൻഫാളൊക്കെ ഉള്ള സമയത്ത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സൂക്ഷിച്ച് വേണം വരാൻ. കാരണം ലാൻഡ് സ്ലൈഡ്സൊക്കെ നല്ലതുപോലെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണിത്. ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം ഒരു ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്. അല്ലാത്ത സമയങ്ങളിൽ ക്ലൈമറ്റ് മോശമാണെന്നല്ല, മിനിറ്റുകൾ കൊണ്ട് ക്ലൈമറ്റുകൾ മാറി മറിയുന്നൊരു ഏരിയയാണ് ഈ മേഘമല. പിന്നെ നിങ്ങൾ പ്രൈവറ്റ് വെഹിക്കിൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 6 മണിക്കാണ് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആകുന്നത്. പിന്നെ നിങ്ങളിവിടെ സ്റ്റേ ചെയ്യുന്നില്ലെങ്കിൽ വൈകുന്നേരം 5 മണിക്ക് മുമ്പേ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇറങ്ങേണ്ടതാണ്. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടും ധാരാളം വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടും നൈറ്റ് റൈഡ് ഇവിടെ പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട്. ഈ മേഘമല ഒരിക്കലും ഒരു ഡെസ്റ്റിനേഷൻ സ്പോട്ടല്ല. നമ്മൾ ഈ പോകുന്ന വഴിയിൽ കാണുന്ന ഈ കാഴ്ചകളാണ് മേഘമലയെ സ്പെഷ്യലാക്കുന്നത്. ഇനി നമ്മുടെ ബസ് ആളുകളെ എടുക്കാനായിട്ട് അപ്പർ മണലാറിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകളും കണ്ടിട്ട് വരാം. ഈ ഒരു ഏരിയയിലോട്ട് നമുക്ക് സ്വന്തം വണ്ടിയായിട്ട് പോകത്തില്ല, ഇതുപോലുള്ള ബസ്സിൽ മാത്രമേ പോകാൻ പറ്റൂ. പോകുന്ന വഴിയിൽ ഏകദേശം ഒരു 100 മീറ്റർ ഇതുപോലൊരു കാടിൻ്റെ പ്രതീതിയുള്ളൊരു വഴിയുണ്ട്. പിന്നെ അവിടെ കുറച്ച് തേയില തൊഴിലാളികൾ തേയിലയൊക്കെ നുള്ളിക്കഴിഞ്ഞ് ആ ഇലകളൊക്കെ കൂട്ടിയെടുക്കുന്ന തിരക്കിലാണ്. അവരത് ആ റോഡിൽ നിന്ന് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് ബസ്സുമായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ തേയിലയെല്ലാം നുള്ളിയിട്ട് ഓരോ ചാക്കിലും എത്ര കിലോ ഉണ്ടെന്ന് അവർ വെയിങ് മെഷീനിൽ തൂക്കി നോക്കുവാണ്. ഇങ്ങോട്ടേക്കുള്ള വഴി വളരെ ചെറുതാണെങ്കിലും ഇവിടെയുള്ള ആൾക്കാരുടെയൊക്കെ പ്രധാന ആശ്രയം ഇതുപോലുള്ള ബസ്സുകളാണ്. അതുകൊണ്ടാണ് എല്ലാ വഴിയിലൂടെയും ബസ് സഞ്ചരിക്കുന്നത്. ഇതാണ് അപ്പർ മണലാറിലെ ലാസ്റ്റ് സ്റ്റോപ്പ്. ഇവിടെ നാളെ കയറ്റി ബസ് നേരെ ചിന്നമന്നൂരിലേക്ക് പോകും. ഇവിടെയും അത്യാവശ്യം സ്നാക്സൊക്കെ വാങ്ങിക്കാനായിട്ടൊരു കുഞ്ഞു ഷോപ്പുണ്ട്. ഈ ഊട്ടിയിൽ മൂന്നാറിലൊന്നും കിട്ടാത്തൊരു വേറിട്ട ഫീലാണ് ഇവിടെ കിട്ടുന്നത്. കാരണം ഇത്രയും തിരക്കില്ലാതെ ആസ്വദിക്കാൻ നമുക്ക് അവിടെ ഒന്നും ഒരിക്കലും പറ്റില്ല. അതിൻ്റെ പ്രധാന കാരണം ഇങ്ങോട്ടേക്കുള്ള സഞ്ചാരികളുടെ അളവ് വളരെ കുറവാണെന്നുള്ളതാണ്. പക്ഷേ ഊട്ടി മൂന്നാറൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ സൗകര്യങ്ങൾ വളരെ കുറവാണ്. നമുക്കുള്ള സ്റ്റേ ഓപ്ഷൻസും കടകളും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അങ്ങനെ നമ്മുടെ ബസ് തിരിച്ച പഞ്ചായത്ത് ഗസ്റ്റ് ഹൗസിൻ്റെ അവിടെ എത്തി. ചായ കുടിക്കാനായിട്ടൊരു 5 മിനിറ്റ് ബസ് ഇവിടെ ഹോൾട്ട് ചെയ്തിട്ടേക്കും. എനിക്ക് എന്തുകൊണ്ടും ഈ ബസ് റൈഡ് വളരെ വർത്തായിട്ടാണ് തോന്നിയത്. കാരണം ഓൺ സൈഡ് ആയത് വെറും 55 രൂപയാണ്. പിന്നെ ഫുഡ് കഴിക്കാനും ചായ കുടിക്കാനൊക്കെ ആയിട്ട് ബസ് നിർത്തി തരും. അത്യാവശ്യം ഒട്ടുമിക്ക കാഴ്ചകളും എനിക്കിതിൽ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ബഡ്ജറ്റാണ് നിങ്ങളുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്നതെങ്കിൽ ഇതുപോലെയുള്ള ട്രാൻസ്പോർട്ട് വെഹിക്കിൾസിൽ വളരെ കുറഞ്ഞ പൈസയ്ക്ക് നിങ്ങൾക്കും യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക്
ചിന്നമന്നൂരിൽ നിന്ന് ഇരവങ്കലാറ് വരെ വൺ സൈഡ് 55 രൂപയാണ് ആയത്. കുമിളി ടു ചിന്നമന്നൂർ വൺ സൈഡ് 35 രൂപ. പിന്നെ റേറ്റിലൊരു ഡിഫറൻസ് വരാൻ ചാൻസ് ഉള്ളത് നിങ്ങൾ കുമിളി വരെ എത്തുന്ന ചാർജാണ്. അത് നിങ്ങൾ കേരളത്തിൽ എവിടെയാണെന്നുള്ളതിനെ ആസ്പദമാക്കിയിരിക്കും. എനിക്ക് കുമിളി വരെ വൺ സൈഡ് എടുത്തത് 233 രൂപയാണ്. ഏകദേശം ഒരു 5:30 ആയപ്പോൾ ബസ് തിരിച്ചു മേഘമലയിലെത്തി. ഏകദേശം ഒരു 7 മണിയോടുകൂടി ഈ ബസ് ചിന്നമന്നൂരിലെത്തും. ബസ്സിലിരുന്നുകൊണ്ടും ഇറങ്ങാൻ പറ്റുന്നിടത്തൊക്കെ ഇറങ്ങിയും മാക്സിമം വിഷ്വൽസ് എടുക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ബസ് യാത്രയുടെ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ യാത്രയുമായി ബന്ധപ്പെട്ട ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. യാത്ര ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു യാത്രയുമായി നമുക്ക് വീണ്ടും കാണാം.